ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഫോറക്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ഉറപ്പായിട്ടും ട്രേഡിംഗ് ചെയ്തിരിക്കും. സമയം അധികം കളയുന്നില്ല. മൈ നെയിം ഈസ് റിസ്വാൻ. വെൽക്കം ടു ഫോറക്സ് ലേണിംഗ് സീരീസ് എപ്പിസോഡ് നമ്പർ 2. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മേജർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ പെട്ടെന്ന് മെൻഷൻ ചെയ്തു തരാം. ഫസ്റ്റ് വൺ, നമ്മൾ ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റ് പഠിക്കും. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഫോറക്സിലെ ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 24 hours മാർക്കറ്റ് റണ്ണിംഗ് ആണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് പോലെ 9:15 മുതൽ 3:30 വരെ അല്ല നമ്മുടെ മാർക്കറ്റ് ടൈം. സോ എന്തുകൊണ്ടാണ് 24 hours മാർക്കറ്റ് റണ്ണിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ മേജറായിട്ട് 4 സെഷൻസ് ഉണ്ട്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ആണ് ഫോറക്സ്. ഗ്ലോബൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം സിഡ്നി, ടോക്കിയോ, ലണ്ടൻ, ന്യൂയോർക്ക് എന്ന് പറയുന്ന 4 സെഷൻസ് മേജറായിട്ട് ഇവിടെ വരുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു മാർക്കറ്റ് എപ്പോഴെങ്കിലും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ 5 days എ വീക്ക് ഫോറക്സ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കും. ടൈമിംഗ് ഓഫ് ദ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ടത് എന്തിൽ നമ്മൾ ട്രേഡ് ചെയ്യും, നമ്മൾ ഏതൊക്കെ കറൻസി പേഴ്സിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ഞാനിവിടെ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുകയാണ് ഇതൊന്ന് എഴുതിയെടുത്തോ. മേജർ കറൻസി പേഴ്സ് ആയിട്ടുള്ള ഈ ഒരു കാറ്റഗറി ഓഫ് പേഴ്സിലാണ് നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ ക്രോസ് കറൻസി പേഴ്സും നമ്മൾ നോർമലി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗോൾഡിലും സിൽവറിലും നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഇൻഡെക്സിലും നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. നാസ്ഡാക്ക് അഥവാ US 100, അതേപോലെ തന്നെ ഡോ ജോൺസ് ആയിട്ടുള്ള US 30, ഇതിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാറുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നെക്സ്റ്റ് ബ്രേക്ക് ഡൗൺ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആസ് യു നോ ഓൾറെഡി ട്രേഡിംഗ് വ്യൂവിൽ തന്നെയാണ് നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യാറ്. അതേപോലെ തന്നെ മോസ്റ്റ്ലി നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് മെറ്റാട്രേഡർ 5 എന്ന് പറയുന്ന MT5. ഫോറക്സിൽ ഏത് ബ്രോക്കർ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അതിനെ MT5ലേക്ക് കണക്ട് ചെയ്തിട്ട് അതുവഴിയായിരിക്കും നമ്മൾ ട്രേഡ് എക്സിക്യൂഷൻസ് എല്ലാം നടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് MT5 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ ട്രേഡിംഗ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ബട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് ഫ്യൂച്ചർ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യാം, അതിന്റെ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു എപ്പിസോഡ് മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ബൈ.